മുത്തുമാലയൊക്കെ ഇങ്ങനെ കോർത്ത് വിൽക്കാനൊക്കെ തുടങ്ങി. പിന്നെ അതേപോലെ മമ്മിക്ക് ഉണ്ടായിരുന്ന കുറച്ച് സ്വർണ്ണം എന്തോ ഉണ്ടായിരുന്നത് എന്തോ വിറ്റിട്ട് പശുവിനെയൊക്കെ വാങ്ങിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കടമൊക്കെ വാങ്ങിച്ച് പശുവിനെയൊക്കെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ, കാരണം മമ്മീനെ പപ്പ പൈസ ഒന്നും ഏൽപ്പിക്കാത്തതുകൊണ്ട് മമ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിത്യമായിട്ടുള്ള മീൻസ് ഡെയിലി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അത്രയും നന്നായിട്ട് അവർ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. കുഞ്ഞു വീടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ അവിടെ കിട്ടിയ അത്രയും സന്തോഷം. ആ ഒരു വർഷം ഞാൻ അവിടെ നിന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ എൻജോയ് ചെയ്യുന്നത് അവിടെ നിന്ന സമയത്താണ്. കളിയും ഫ്രണ്ട്സും ഫ്രീഡവും, ആവശ്യത്തിന് ഫ്രീഡവും സന്തോഷവും ഫുഡും എല്ലാം മനസ്സറിഞ്ഞ് ഞാൻ ഒരു വർഷം അവിടെ നിന്നിട്ടുണ്ട്. ഇതിലിടയ്ക്കിടയ്ക്ക് കളിയുണ്ട്. അതാ പറയുന്നത്, ഇത് എടുക്കല്ലോ മാത്ത. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അവരത് കേൾക്കാൻ റെഡി ആയില്ല. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. സമൂഹം എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ വളച്ചൊടിക്കുക എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായിരുന്നു. അപ്പം അതിനുശേഷം എൻ്റെ ചേട്ടൻ എന്നോട് മിണ്ടിയിട്ടില്ല. കാരണം ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ അവിടെ സംസാരിച്ചില്ല എന്നുള്ള ഒറ്റ പേരിൽ, അതായത് ചേട്ടൻ കുറ്റക്കാരനായല്ലോ, സഹകരിക്കണം എന്നുള്ളതാണ് ഇപ്പം അങ്ങനെ പറഞ്ഞാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പം ചേട്ടനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള പേരിൽ കൊടുത്തത് എൻ്റെ മമ്മീനെയാണ്. എൻ്റെ അടുത്ത് പറയുന്നത് മുഴുവൻ എൻ്റെ മമ്മിയുടെ കുറ്റങ്ങളാണ്, എൻ്റെ ചേട്ടൻ്റെ കുറ്റങ്ങളാണ്, എൻ്റെ അപ്പൻ്റെ കുറ്റങ്ങളാണ് എന്നോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഞാനത് കേൾക്കാറില്ല. എനിക്കറിയാം, എനിക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ കേട്ട് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വെക്കേഷന് വരുമ്പോഴും ഇവയുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പം പക്ഷെ അത്ര നാള് നിന്നപ്പം ഞാൻ ആര്യ വീട്ടിൽ നിൽക്കുന്നു, അവര് പറയുന്നത് കേൾക്കുന്നു, മിണ്ടാതിരിക്കുന്നു, കരയുന്നു. ഒരു വോയിസില്ല, ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല. ആ സമയത്ത് ലൈഫിൽ ആദ്യമായിട്ട് 14 വയസ്സുള്ളപ്പം അവിടെ ഒരു റൂമില് ആൻറ്റിയുടെ കുട്ടി, അവര് പിള്ളേർ ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടി തൊട്ടിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ കിടന്ന് കരഞ്ഞു മടുത്ത അവസാനം എനിക്ക് ഒന്നും ചെയ്യാനില്ല, എനിക്കറിയില്ല. എനിക്കപ്പം അങ്ങനെ ഒരു ബാഡ് തോട്ട് വന്നു, ആത്മഹത്യ ചെയ്തേക്കാം. സോ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഗ് ബോസിലെ ഇപ്പോഴത്തെ താരമായി അറിയപ്പെടുന്ന ബിന്നി സെബാസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ഡോക്ടറുടെ ഒരു ജീവിത കഥയാണ്. സോ ഈ വീഡിയോ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം ഒരു വ്യക്തിയുടെ ജീവിത കഥ മുഴുവൻ പറയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണണമെന്ന് ഒരു നിർബന്ധമല്ലോ. ഓക്കെ, നിങ്ങൾ വീഡിയോ കേൾക്കണം, കാരണം അത്രയധികം ഉടനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ജീവിത കഥ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറി പറയാൻ കാരണം എന്ന് പറഞ്ഞത്. ഓക്കെ, അവർ ഈ സ്റ്റോറി ഓൾറെഡി എവിടെയും പറയരുതെന്ന് വിചാരിച്ചു വെച്ച സ്റ്റോറി ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിനകത്ത് എല്ലാ പ്രാവശ്യം എല്ലാവരും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കണ്ടസ്റ്റൻസിൻ്റെ സ്റ്റോറി പറയുക എന്നത്. ഓക്കെ, സോ ആ സ്റ്റോറി പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അവരുടെ സ്റ്റോറികൾ ബിഗ് ബോസിനകത്ത് പറയണം. ഓക്കെ, സോ അപ്പോൾ മാത്രമുള്ള ആ കണ്ടസ്റ്റൻസിൻ്റെ കാലങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ കണ്ടസ്റ്റൻസ് വന്ന വഴികളെക്കുറിച്ചും അവിടുത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അവരുടെ ലൈഫ് സ്റ്റോറി പറയണം. സോ അതുകൊണ്ട് തന്നെ എന്തായാലും ബിന്നി സെബാസ്റ്റ്യൻ, നമ്മുടെ ബിന്നിനെ അറിയപ്പെടുന്ന കണ്ടസ്റ്റൻസ് തൻ്റെ ലൈഫ് സ്റ്റോറി പറയണം എന്ന് ബിഗ് ബോസിനകത്ത് റൂൾ ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ തൻ്റെ ലൈഫ് സ്റ്റോറി പറയും. ഓക്കെ, സോ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്ത് അത്രയും കണ്ടസ്റ്റൻസ് ഉണ്ട്. പക്ഷേ 10-20 കണ്ടസ്റ്റൻസ് എല്ലാവരും ലൈഫ് സ്റ്റോറി പറയാൻ, എല്ലാവർക്കും ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത്രയും വർഷങ്ങളുടെ ഒരു സ്റ്റോറി ആയിരിക്കും. സോ അത് ഒറ്റയ്ക്ക് വന്ന് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ റൂൾ പ്രകാരം കറക്റ്റ് ടൈം ഉണ്ടാകും. സോ ഒരു വ്യക്തിക്ക് ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം പറയാൻ കറക്റ്റ് ഇത്ര സമയം, ഏകദേശം 10 മിനിറ്റോ അങ്ങനത്തെ വളരെ ചുരുക്ക സമയമായിരിക്കും. ഓക്കെ, പക്ഷേ ഒരു ലൈഫ് സ്റ്റോറി ആയിരിക്കും അത്ര ചെറിയ സമയം കൊണ്ട് ആർക്കും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബിന്നി സെബാസ്റ്റ്യൻ അവരുടെ ചാനലിൽ അവരുടെ ഫുൾ ലൈഫ് സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റോറിയിൽ ഒരു സ്ത്രീ ആയതിൻ്റെ പേരിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ, അതുമാത്രമല്ല സൊസൈറ്റി ആ ഒരു സ്ത്രീ ആയതിൻ്റെ പേരിൽ അവളെ നോക്കിക്കണ്ട രീതികൾ, അതിനുശേഷം അവർക്ക് വന്ന ട്രോമകൾ, അതേപോലെ വലുതായതിനു ശേഷം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് പോലും അതിൻ്റെ ആ ഒരു കോൺസിക്വൻസസ് അനുഭവിച്ചത്, അതിൻ്റെ ആ ഒരു ട്രോമകൾ ഇപ്പോഴും നിലനിൽക്കുന്ന രീതികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലോട്ടും വീഡിയോ ഷെയർ ചെയ്യണം. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ കേൾക്കണം. ഓക്കെ, നിങ്ങൾ വീഡിയോ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ
ഡ്രൈവ് ചെയ്യുന്നത് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കിച്ചണിൽ പണിയെടുക്കുന്ന അമ്മമാരാണെങ്കിൽ വീഡിയോ ജസ്റ്റ് ഓൺ ആക്കിയാണ് കേട്ടാൽ മതി. പക്ഷേ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ ബിന്നി സെബാസ്റ്റ്യൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടൊക്കെ. അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ ഓൾറെഡി ബിഗ് ബോസിനകത്തൊരു ചെറിയ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഫുൾ ഡെപ്ത് നമുക്ക് അറിയത്തില്ലോ, എത്രത്തോളം അവർ അനുഭവിച്ചതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. സോ എനിവേ ഈ വീഡിയോയിൽ ചെറിയ എഡിറ്റിംഗ് ഒക്കെ വന്നിരിക്കും. ആ എഡിറ്റിംഗ് ഞാൻ ചെയ്തതല്ല, ഓക്കെ, പക്ഷേ അവരോട് ചെയ്തതാണ്. മേ ബി അത് എന്തെനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാത്ത രീതിയിൽ ഫുള്ളായിട്ട് അപ്പ് ചെയ്യും. സോ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക. നേരെ സ്റ്റോറിയിലോട്ട്. ഓക്കെ, ഇപ്പോൾ തുടങ്ങുന്ന പിടിച്ചു. സംഭവം ഒന്നുമല്ല, ഞാൻ ബിഗ് ബോസിൽ പോയി കഴിയുമ്പോൾ എൻ്റെ സ്റ്റോറി എവിടെ റിവീൽ ചെയ്യണം. അപ്പോൾ അതിലെനിക്ക് എത്ര ഡ്യൂറേഷൻ കിട്ടും, എൻ്റെ സ്റ്റോറി എനിക്ക് വിചാരിക്കുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത രീതിയിൽ പറയാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ലാരിഫൈഡ് വേർഷൻ, അതിൻ്റെ ഒരു ഫുൾ വേർഷൻ എന്ന് പറയാം, അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ ബിന്നി ഗീതാഗോന്ധത്തിലെ ഗീതു എന്ന് പറഞ്ഞു. മാത്രം കുറച്ച് ഞാൻ ആ കഥ പറഞ്ഞത് എന്നെ കൂടെ കാണിക്കുമോ? ശരി, അങ്ങ് കൊണ്ടുപോവാണ്. അപ്പം എൻ്റെ സ്റ്റോറി ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. എപ്പോഴും എന്നെ ചിരിച്ച് മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. എനിക്കും അതാണ് ആഗ്രഹം. ഒരിക്കലും യൂട്യൂബിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വിഷമങ്ങൾ കൊണ്ടുവരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെക്കണം. അങ്ങനെയായിരുന്നു ഞാൻ ഇത്രയും നാൾ. ഈവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും വരലിൽ ഉണ്ടാവുന്ന 1-2 പേർക്ക് മാത്രമേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയൂ. ഈവൻ നൂബിനോ പോലും എനിക്കറിയില്ല A to Z അറിയാവോ എന്നുള്ളത്. എൻ്റെ മമ്മിക്ക് പോലും എന്നെ A to Z അറിയില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനും എന്നെ A to Z അറിയില്ല. എന്താ പറയുക, അങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് പോലും ഞാൻ ഫുള്ള് പിടികൊടുക്കാതെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. കാരണം പേഴ്സണൽ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. റിവീൽ ചെയ്യില്ല. പക്ഷേ ബിഗ് ബോസിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും അത് പറയണം. അതും ഒരു 20 minutes 30 minutes പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിരിക്കില്ല അവിടെ പറയുന്നത്, ഫുള്ള് വേർഷൻ ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു ഫുൾ വേർഷനാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ആരാണ് ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ ഗീതു എന്ന ക്യാരക്ടർ ചെയ്ത ബിന്നി ആരാണ് എന്ന്, എങ്ങനെയാണ് ഇത്രയും വർഷത്തെ എൻ്റെ ജീവിതാനുഭവങ്ങൾ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. കഥ തുടങ്ങുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് അല്ല, അതിലും ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയണം. ഭൂരിഭാഗം വരുന്ന ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ, ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ രണ്ടാമത്തെ മകളായിട്ട് ജനിച്ചു. മൂത്തതൊരു ചേട്ടനുണ്ട്. എൻ്റെ മമ്മിയുടെ പേര് ലീലാമ്മ എന്നാണ്, പപ്പായുടെ പേര് സെബാസ്റ്റ്യൻ. അപ്പോൾ അവരുടെ രണ്ടുപേരും ഇളയ മകളായിട്ട് ഞാൻ ജനിച്ചു. എനിക്ക് ഒരു 6 വയസ്സ് മൂത്ത ഒരു ചേട്ടനാണുള്ളത്. ചേട്ടനിപ്പം മാരീഡാണ്. അവർക്ക് 2 ട്വിൻസ് പിള്ളേരൊക്കെ ഉണ്ടായിട്ടുണ്ട് റീസെൻ്റായിട്ട്. അപ്പം എൻ്റെ ലൈഫിൽ മാത്രം കേട്ടോണ്ടിരിക്കുക, ഭയങ്കര ക്യൂരിയസ് ആയിട്ട്. ഓക്കെ, അപ്പം ഞാൻ ജനിച്ച് കുറച്ച് നാൾ, എനിക്ക് തോന്നുന്നൊരു 3-4 വർഷം. എന്നെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ പേരൻസിനെ കുറിച്ച് പറയണം. എൻ്റെ പേരൻസ് മമ്മിയും പപ്പായും ലവ് മാരേജ് ആയിരുന്നു. പപ്പ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. മമ്മി നേരെ ഓപ്പോസിറ്റ്, 10ാം ക്ലാസ് കഷ്ടിച്ച് പക്ഷെ പാസ്സായി. അന്നത്തെ കാലത്തൊക്കെ അതൊക്കെ വലിയ കാര്യമാണ്. പിന്നെ അതേപോലെ ഒന്നുമില്ലാത്തൊരു മീൻസ് ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്ന ഫാമിലി ആയിരുന്നു മമ്മിയുടേത്. അപ്പം അവരുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പപ്പ പുറത്തൊക്കെ ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആളാണ്. പഴയ BCom ഫസ്റ്റ് ക്ലാസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നാട്ടുകാരും റിലേറ്റീവ്സും എല്ലാം ഭയങ്കര അസൂയോടെ നോക്കിയിട്ടുള്ള ഒരാളാണ് പപ്പ. പണ്ടത്തെ കാലത്ത് അത്ര എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, വെൽ സെറ്റിൽഡ് ഒക്കെ ഫാമിലി എന്നുള്ള ആളായിരുന്നു. മമ്മി കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒത്തിരി മുടിയുണ്ട്, കാണാൻ നല്ല രസമായിരുന്നു. മമ്മിയുടെ ബ്യൂട്ടി ക്യൂനായിരുന്നു മമ്മി പഠിച്ച സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മിയുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മമ്മി റാൻഡംലി ജോലിക്ക് വേണ്ടിയിട്ട് പപ്പായ്ക്ക് വലിയച്ഛന് ഒരു മെഴുകുതിരി കമ്പനി ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പം അവിടെ വർക്കിന് വന്നാണ് മമ്മി. അങ്ങനെ മമ്മീനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. വിവാഹം കഴിച്ച് ചേട്ടനൊക്കെ ഉണ്ടായി കുറച്ച്. അപ്പം വിവാഹം കഴിച്ചപ്പം ഇത്രയും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഇങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പപ്പായുടെ ഫാമിലിയിൽ മമ്മീനെ അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവരാലോചിച്ച് രീതിയിലൊന്നും അല്ലല്ലോ, അവർക്കൊരു എക്സ്പെക്ടേഷൻ പേരൻസിന് കാണുമല്ലോ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തപ്പം പപ്പാനെയും മമ്മീനെയും അവരുടെ വീട്ടുകാർ ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ നാളത്തേക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്നു. ഫാമിലി തുടങ്ങിയ സമയത്ത് പപ്പയുടെ ഫാമിലി സപ്പോർട്ടില്ല, മമ്മിയുടെ ഫാമിലി സാമ്പത്തികമായി ഒന്നുമില്ല. അപ്പം ഒന്നേന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ വന്നപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചേട്ടനുണ്ടായി കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ വന്നു.
അങ്ങനെ ഒരു സ്ട്രഗിൾസും കാര്യങ്ങളിലൂടെ കൂടെ കടന്നു പോകുമ്പോഴാണ് തിരിച്ചറിയുന്നത്, മമ്മി തിരിച്ചറിയുന്നത് ലൈക്ക് പപ്പായ്ക്ക് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ പപ്പാനെ സംബന്ധിച്ച് പപ്പായ്ക്ക് ലൈഫിനോട് അങ്ങനെ വലിയ സീരിയസ്നെസ് ഉള്ള ഒരാളല്ല, സീരിയസ് ആയിട്ട് കാണാത്ത ഒരാളാണ് പപ്പ. എന്ന് പറയുമ്പം ജോലി ചെയ്ത് സ്ഥിരമായിട്ട് അങ്ങനെ ജോലിക്ക് പോകാറില്ലായിരുന്നു. അപ്പം മാസം ഇടയ്ക്കൊക്കെ ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും കാശ് സമ്പാദിച്ച് മമ്മിയെ കൊണ്ട് ഏൽപ്പിക്കാറില്ല, സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ഏൽപ്പിക്കും. ബാക്കി പൈസ ഉണ്ടെങ്കിൽ പപ്പ കയ്യിൽ വെച്ച് ചിലവാക്കും. പിന്നെ കുറേ നാളത്തേക്ക് ജോലിക്ക് പോവില്ല. അപ്പം നന്നായിട്ട് ജീവിക്കണം എന്ന് പപ്പ ഒരിക്കലും ആഗ്രഹിച്ചില്ല, എങ്ങനെയും ജീവിച്ചാൽ മതി എന്ന് മാത്രമേ പപ്പയുടെ തോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒറ്റ മുറിയിലൊക്കെ കഷ്ടപ്പെട്ട് ബാത്റൂമും സൗകര്യമില്ലാതെ ചോരുന്ന റൂമിലൊക്കെ, ഒറ്റ റൂമിലൊക്കെ വർഷങ്ങളോളം വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ കൊതിച്ചിട്ടുണ്ട്, ചേട്ടന് പാല് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാണ്ട് മമ്മി ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നൊക്കെ മമ്മി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ ഇല്ല. അപ്പം മമ്മി ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും മമ്മിയുടേതായിട്ടുള്ള രീതിയിൽ മുത്തുമാലയൊക്കെ ഇങ്ങനെ കോർത്ത് വിൽക്കാനൊക്കെ തുടങ്ങി. പിന്നെ അതേപോലെ മമ്മിക്ക് ഉണ്ടായിരുന്ന കുറച്ച് സ്വർണ്ണം എന്തോ ഉണ്ടായിരുന്നത് എന്തോ വിറ്റിട്ട് പശുവിനെയൊക്കെ വാങ്ങിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കടമൊക്കെ വാങ്ങിച്ച് പശുവിനെയൊക്കെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ, കാരണം മമ്മീനെ പപ്പ പൈസ ഒന്നും ഏൽപ്പിക്കാത്തതുകൊണ്ട് മമ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിത്യമായിട്ടുള്ള ഡെയിലി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ വന്നപ്പം അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങൾ കൂടിയൊക്കെ വന്നു. പിന്നെ അങ്ങനെയാണ് കുറേ കാലഘട്ടം പോയത്. പിന്നെ ഞാനുണ്ടായി എനിക്കൊരു ബോധം വന്ന സമയത്ത്, അതായത് നമുക്ക് തിരിച്ചറിയുന്ന പ്രായം, ചെറിയ കാര്യങ്ങൾ തിരിച്ചറിയുന്ന പ്രായം വന്നപ്പോഴത്തേക്കും ഞാൻ എന്നും കാണുന്നത് ഇവർ വഴക്കടിക്കുന്നതാണ്. എന്ന് നോക്കിയാലും ഇവർ വഴക്കടിക്കുന്നതാണ് കാണുന്നത്. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഇപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞാണ് ഇവർ വഴക്കടിക്കുന്നത്. ഈ ജോലിക്ക് പോകാത്തത് തന്നെയാണ് വലിയൊരു കാര്യം. പപ്പ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ തരണം, ഞങ്ങൾക്ക് നല്ല ഫുഡ് തരണം, അല്ലെങ്കിൽ ഭാര്യനെ മക്കളെ നന്നായിട്ട് നോക്കണം, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ട് പപ്പ അങ്ങനെ ഒരു കഷ്ടപ്പാടിലേക്ക് പപ്പ പോയിട്ടില്ല. പപ്പായ്ക്ക് എന്തെങ്കിലും ലൈക്ക് ബേസിക് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മാത്രം വർഷത്തിൽ 1-2 മാസം എന്തെങ്കിലും പഠിക്കാനും, പപ്പായ്ക്ക് നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്. പപ്പ അങ്ങനത്തെ ജോലിക്കൊന്നും അല്ല പോയിട്ടുള്ളത്. പപ്പ പോയിട്ടുള്ളത് നിയമിക്കാൻ, സെക്യൂരിറ്റി പണിക്ക്. എന്നാൽ ഒന്ന് ആലോചിക്കണം, ബാക്ക്ഗ്രൗണ്ട് ലൈക്ക് നല്ലൊരു റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ജോലി മോശമാണെന്നല്ല പറഞ്ഞത്. ഡിഗ്രി ഉണ്ടായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ജോലിക്ക് പോകുന്നത്, നമുക്ക് കഴിവുണ്ട്, നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ജോലിക്കല്ലേ നമ്മൾ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുക. എനിക്കറിയില്ല, ഈവൻ അത്രയും ആ നാട്ടിൽ അത്രയും അറിയാവുന്ന ഒരാളും കൂടി ആകുമ്പം എന്തായാലും കണക്ഷൻ വെച്ചിട്ടെങ്കിലും നല്ലൊരു ജോലി കിട്ടേണ്ടതാണ്. പക്ഷെ പപ്പ ഇങ്ങനത്തെ ജോലിക്കാണ് പോയി ഞാൻ കണ്ടിട്ടുള്ളത്, അതും വളരെ കുറച്ച് നാൾ. അപ്പം അത് വെച്ചിട്ടൊന്നും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പപ്പയുടെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ, നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മമ്മിക്ക് ഒരു ജോലി കിട്ടിയാലേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തി. മമ്മി പശുവിനെയൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പുല്ല് ചെത്തിയും ഇങ്ങനെ മാലയൊക്കെ വിറ്റും കുഞ്ഞു പൈസയൊക്കെ ചേർത്ത് വെച്ചിട്ടും മമ്മിയുടെ സ്വർണ്ണം വിറ്റിട്ട്, ഞാൻ പറഞ്ഞേ പശുവിനെ വിറ്റ പൈസയ്ക്കും അങ്ങനെ കടം വാങ്ങിച്ച പൈസയ്ക്കും എല്ലാം കൂടെ ചേർത്തിട്ട് മമ്മി ഗൾഫിന് പോകാൻ വേണ്ടി പ്ലാൻ ആക്കുന്നു. അതിനു മുമ്പ് മമ്മി ഈ കഷ്ടപ്പെട്ടതൊക്കെ ചേട്ടനൊരു നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ടൈമിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു വലിയ സൗകര്യം ഇല്ലെങ്കിൽ പോലും ചേട്ടൻ പഠിക്കുന്നത് SH എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയിലെ നല്ലൊരു സ്കൂളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ അത്ര നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മമ്മി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവൻ പപ്പായും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത്രയും ഇല്ല, ലൈക്ക് റെഗുലർ ആയിട്ടുള്ളൊരു സോഴ്സ് തന്നിട്ടില്ല. അപ്പം അങ്ങനെ വന്നപ്പം മമ്മിക്ക് വേറെ നിവർത്തിയില്ല, ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, അങ്ങനെയൊക്കെയുള്ള മമ്മിയുടെ ഞങ്ങളെ പഠിപ്പിക്കണം നല്ല നിലയിൽ. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് എനിക്കെന്ന് എത്ര വയസ്സാ, 3 വയസ്സോ 4 വയസ്സോ എന്തോ അടുത്തേ ഉള്ളൂ. ഈ നഴ്സറിയിൽ അല്ലേ, കളരി അങ്ങനെ വഴിയിലൊക്കെ പോകുന്ന സമയം. അപ്പോൾ ഒക്കെ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ആ പ്രായത്തിൽ 2 മക്കളെയും മനസ്സോടെ ആക്കിയിട്ട്, അതായത് ആരെ ആക്കിയത്, ചേട്ടനെ ഹോസ്റ്റലിലായിരുന്നു തോന്നുന്നു, എന്നെ ആൻറ്റിമാരുടെ അടുത്ത് ആക്കിയിട്ട് മമ്മിയുടെ മൂത്ത സഹോദരിയുടെ അടുത്ത് ആക്കിയിട്ട് മമ്മി പോയത്. മമ്മി കുവൈറ്റിലേക്ക് അതും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പം മമ്മി അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും കരകയറ്റണം എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഞങ്ങൾക്കൊരു ബെറ്റർ ഫ്യൂച്ചർ തരണം എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മനസ്സ് നീറി കഷ്ടപ്പെട്ടിട്ട് 2 മക്കളെ ഇട്ടിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ചെല്ലുന്നത്, പക്ഷെ ഒരു ഏജൻറ്റ് ത്രൂ ചെല്ലുന്നത് സൗദിയിലാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് പഠിച്ചിട്ട് പോയെന്നുണ്ടെങ്കിൽ മമ്മിക്ക് അവിടെ കിട്ടിയത് ഗദ്ദാമ ജോലിയായിരുന്നു, വീട്ടു ജോലിയാണ്. അപ്പം ഗദ്ദാമ മൂവി നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കണ്ടിട്ടില്ല, കാരണം അത് കാണാനുള്ളൊരു ഒരു ശേഷി എനിക്കില്ല. അപ്പം മമ്മി പറഞ്ഞ് ഒരുപാട് അപ്പം മമ്മി പോകുന്നത് ഗദ്ദാമ ജോലിക്കാണ്. അപ്പം മമ്മി പറഞ്ഞ്
വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ കഥ അറിയുന്നത്. അതായത് മമ്മി പോയത് ഗദാമ ജോലിക്കാണ്. അവിടെ ഒരുപാട് ആ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ലൈക്ക് ഫുഡ് കിട്ടാതെ അവർ അടിച്ചിട്ടുണ്ട്, ക്ലോസറ്റ് കഴുകിയിട്ടുണ്ട്, ക്ലോസറ്റ് കഴുകിയത് ശരിയാവാനിട്ട് അവർ അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് മാറി നിന്ന്, ലാംഗ്വേജ് അറിയില്ല, കയ്യിൽ കാശില്ല, സഹായിക്കാൻ ആരുമില്ല. അപ്പം അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പോയി കഷ്ടപ്പെട്ട ഒരു ആളാണ് എൻ്റെ മമ്മി. അപ്പം ആ സ്റ്റോറി അറിഞ്ഞപ്പം എനിക്ക് ഒരുപാട് വിഷമം. ഇപ്പോഴും പറയുമ്പോഴും എനിക്ക് വിഷമമുണ്ട്. നാട്ടിൽ നിന്ന് മാറി ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അച്ഛൻ അങ്ങനെ ഫാദേഴ്സ് ഉള്ളവരുണ്ട്, സഹോദരങ്ങൾ പോയവരുണ്ട്, ഹസ്ബൻഡ് പോയവരുണ്ട്. അപ്പം അവരൊക്കെ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കയറി വരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല എല്ലാവരുടെ കാര്യമാണ്. പണ്ടൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ വർഷം ഇവൻ മമ്മി പോയിട്ട് ഞാൻ എൻ്റെ വല്യമ്മയുടെ കൂടെ നിന്നത്, മമ്മിയുടെ മൂത്ത ചേച്ചിയുടെ കൂടെ ഹൈദരാബാദിലാണ് പോയത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം അവരെന്നെ നല്ല രീതിയിൽ നോക്കിയത്. വല്യപ്പായും വല്യമ്മയും വളരെ സ്നേഹത്തോടെ അവരുടെ മക്കളെ നോക്കുന്ന പോലെ തന്നെയാണ് നോക്കിയത്. പക്ഷേ അവിടെ എനിക്ക് പോയപ്പം എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുഞ്ഞാണ്, 6 വയസ്സ് 5 വയസ്സ് 6 വയസ്സിൻ്റെ ഉള്ളു, 5 വയസ്സാന്ന് തോന്നുന്നു. ഞാൻ ഈ UKG LKG ഒന്നും പഠിച്ചിട്ടില്ല. മലയാള അക്ഷരം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, നമ്പേഴ്സും. അപ്പോൾ അവിടെ പോയപ്പോൾ അവരെന്നെ എന്തോ CBSE സ്കൂളിലോ ICSE സ്കൂളിൽ എന്തോ ചേർത്തത്. അപ്പോൾ ഈ UKG LKG ബേസ് ഇല്ലാതെ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്ത് ഒരു വിത്തിൻ 6 മന്ത് അവിടെ ചെന്നപ്പം അക്ഷരമാലയൊക്കെ എന്താ മറ്റേ തമിഴല്ലോ തെലുഗു അക്ഷരങ്ങളായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര പാടായിരുന്നു പിക്ക് ചെയ്യാൻ. ഈവൻ ഇംഗ്ലീഷ് ABCD അറിയാതെ ഞാൻ പോയതുകൊണ്ട് എനിക്ക് ആ ബേസ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ 6ാമത്തെ, അതായത് മിഡ് ടേം എക്സാം ഉണ്ടല്ലോ, അതിന് നല്ല 1ാം തരമായിട്ട് തോറ്റു. 1ാം ക്ലാസ്സിൽ ഞാൻ 6 മാസം പഠിച്ചിട്ട് ഞാൻ തോറ്റു. എന്നിട്ട് ഞാൻ നാട്ടിൽ വന്നു. വല്യമ്മയും വല്യപ്പ അല്ല, വല്യമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ലൈക്ക് രാവിലെ 5 മണിക്ക് എണീറ്റ്, 1ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിക്കണം, ഒരുപാട് ഫുഡൊക്കെ കഴിപ്പിക്കും. അത് സ്നേഹക്കൂടുതലും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നപ്പം വലിയമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട്, കുഞ്ഞായിരുന്നോണ്ടേ ഞാൻ പപ്പായുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല, എനിക്ക് പറ്റത്തില്ല, വലിയമ്മ രാവിലെ എണ്ണിപ്പിക്കും, ഫുഡ് കഴിപ്പിക്കും, കുത്തിക്കയറ്റി കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയില്ല തിരിച്ച്. അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരുപക്ഷെ ഞാൻ അവിടെ തന്നെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ എനിക്ക് നല്ലൊരു ബേസും നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ കിട്ടിയേനെ. എന്ന് വെച്ചാൽ ഇവിടുത്തത് മോശമെന്നല്ല പറഞ്ഞത്. ഇവിടെ അതുകൊണ്ടൊപ്പം പപ്പ എൻ്റെ വാക്ക് കേട്ടിട്ട് തിരിച്ചു കൊണ്ടുവന്നു കഴിയുമ്പോൾ പപ്പാടെയും വലിയച്ഛൻ്റെയും വല്യമ്മയുടെയും പപ്പാടെ വീട്ടിൽ, തറവാട് വീട്ടിൽ നിർത്തി. അവർ മമ്മീനെയും പപ്പാനെയും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, പപ്പാനെ അക്സെപ്റ്റ് ചെയ്തു, മമ്മീനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിള്ളേരോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം വലിയച്ഛനും വല്യമ്മയ്ക്കൊക്കെ. അപ്പം ഞങ്ങൾ അവിടെയാണ് കുറച്ച് നാൾ ഞാൻ നിന്നത്. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 4ാം ക്ലാസ് വരെ ഞാൻ അവിടെ നിന്ന് പഠിച്ചു, വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ഒക്കെ കൂടെ. അപ്പം ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ അത് വേറൊരു കാര്യം, നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കൊണ്ട് മലയാളം മീഡിയം സ്കൂളിലാക്കി, അവിടെ തൊട്ടടുത്തുള്ള. അപ്പം ഞാൻ വീണ്ടും 1ാം ക്ലാസ്സിൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും ജോയിൻ ചെയ്തപ്പം വീണ്ടും തെലുഗു പഠിച്ചു വന്നപ്പോഴത്തേക്കും വീണ്ടും മലയാളത്തിലേക്ക് വന്നു. അവർ പറഞ്ഞു ഇതാണ്. അങ്ങനെ ആകെ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. പിന്നെ ആ ടൈമിൽ ടോൺസിലൈറ്റിസ് എനിക്ക് സ്ഥിരം വരാറുണ്ടായിരുന്നു. അങ്ങനെ അത് പഴുത്ത് അത് ഭയങ്കര സീനായിട്ട് ഞാൻ ഫസ്റ്റ് ഇയർ, അതായത് 1ാം ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, 1 ഇയർ ബാക്കായി. പിന്നെ വീണ്ടും അടുത്ത കൊല്ലം 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഈ സമയത്തൊന്നും മമ്മിയായിട്ട് അങ്ങനെ വലിയ കോണ്ടാക്ട് ഇല്ല. കാരണം മമ്മി സൗദിയിൽ പോയിട്ട് കഷ്ടപ്പെടുവാണെന്നോ ഈ സ്റ്റോറി ഒന്നും അറിയില്ല. അന്ന് അങ്ങനെ എപ്പോഴും ഫോൺ വിളിക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം. മമ്മി അവിടെ ലോക്ക്ഡായിരുന്നു, ഞങ്ങൾക്കും അവിടെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം, ഞങ്ങൾ വിളിച്ചാലല്ലേ അറിയൂ. അപ്പം അങ്ങനെ ഒരു കോണ്ടാക്ട് കുറേ നാളത്തേക്ക് ഇല്ലായിരുന്നു. പപ്പാടെ വീട്ടിൽ നിന്നുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിയും നല്ല കാര്യത്തിൽ തന്നെ നോക്കി വളർത്തിയത്. എങ്കിലും ഞാൻ 1ാം ക്ലാസ് മുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്നെ ചെറുതാണെന്നുണ്ടെങ്കിൽ എന്നെ ആരും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താണ് വളർന്നത്. ഇവൻ 1ാം ക്ലാസ് മുതൽ ഞാൻ സ്വന്തമായിട്ട് തുണിയൊക്കെ അലക്കി ചേട്ടൻ്റെ ലഞ്ച് ബോക്സ് ഉൾപ്പെടെ ഞാൻ കഴുകി കൊടുക്കാറുണ്ടായിരുന്നു. ആ ടൈമിൽ ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സഹോദരങ്ങളാണെന്നുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ഓർക്കാനായിട്ട് ഞങ്ങൾ ആകെ നിന്നിട്ടുള്ളത് എനിക്ക് അങ്ങനത്തെ കുറച്ച് നാളുകളാണ്. വളരെ ചെറുപ്പത്തിൽ ഒന്നിച്ചെപ്പോഴോ നിന്നിട്ടേ ഉള്ളൂ. അല്ലാതെ സ്ഥിരമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് നിന്ന് വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചേട്ടനും ഞാനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം, ഒരു കണക്ഷൻ ഇല്ല. ചേട്ടനാണെന്നുണ്ടെങ്കിലും പറയുമ്പോൾ ചേട്ടനാണ് അനിയത്തിയാണെന്ന് പറയുന്നതല്ലാതെ ഞങ്ങളുടെ പേരൻസ്, ഞങ്ങളുടെ ഒരു ബ്രോക്കൺ ഫാമിലി ആയതുകൊണ്ട്, പപ്പ ഒരു സ്ഥലത്ത് മമ്മി ഒരു സ്ഥലത്ത്, അവർ പേരൻസ് ആണല്ലോ നമ്മളെ ഒന്നിച്ച് വളർത്തേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ട് ശരിക്കും പറഞ്ഞാൽ ഇല്ല, മെൻ്റലി ഇല്ല. അപ്പം വളരെ ചെറുപ്പത്തിൽ, പിന്നെയും ചേട്ടനായിരിക്കും കുറച്ചുകൂടെ ഓർമ്മയുള്ളത്. ഞാൻ ചെറുതായിരുന്നു. അപ്പം ഞാൻ ചെറുതായിരുന്ന സമയത്തുള്ള ചെറിയ കുറച്ച് മെമ്മറീസേ എനിക്കുള്ളൂ.
പിന്നെ വലുതായി കഴിഞ്ഞിട്ടും ചേട്ടൻ അങ്ങനെ നമ്മളെ ഡെയിലി അങ്ങനെ വിളിക്കുന്ന ടൈപ്പ് ഓഫ് ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് അല്ല. 2 വർഷം 3 വർഷം കൂടുമ്പോൾ ചേട്ടൻ എപ്പോഴേലും വിളിക്കും. അങ്ങനെ അല്ലാണ്ട് വിളിച്ചാലും ചേട്ടൻ എടുക്കില്ല. ലൈക്ക് അങ്ങനെ ഒരു ഫോൺ കണക്ഷനോ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ടും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ കുറേ നാൾ അവിടെ നിന്ന് വളർന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മളിങ്ങനെ എന്താ പറയുക, മൈഗ്രേഷൻ പോലെ ഒരു വീട്ടിൽ സ്വന്തം പേരൻസ് ഇല്ലാത്തതുകൊണ്ടും സ്ഥിരമായിട്ട് നമുക്കൊരു വീടില്ലാത്തതുകൊണ്ടും നമ്മൾ പലരുടെയും വീട്ടിൽ നിന്നാണ്, റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നിന്നാണ് വളർന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ മമ്മിയുടെ കുടുംബത്തിൽ പോയി. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല, അവരിന്ന് എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയത്, എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ കുറച്ച് നാൾ ഞാൻ എൻ്റെ മമ്മിയുടെ അമ്മയുടെ ഒക്കെ കൂടെയാണ് നിന്നത്. അപ്പം അവിടെ ആണ് ദ നെഗറ്റീവ് പീപ്പിൾ ഇൻവൈഡ് ഇൻ മൈ ലൈഫ് എന്ന് പറയാം. എല്ലാവരും അല്ല, ഒരു ഒറ്റ പേഴ്സൺ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഒരാൾ കാണും. എന്തിനാണ് അവർ വന്നത് എന്നുള്ളത് നമുക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയാം. അപ്പോൾ എൻ്റെ ലൈഫിൽ കൂടുതൽ എന്നെ ഡൗൺ ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്തിട്ടുള്ളത്, ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറുതായിരിക്കുമ്പം നമ്മളെ കാണിക്കാതെ അവർക്ക് മാറ്റി നിർത്തി അവർക്ക് ഫുഡ് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ അവർ കുട്ടികളാണ്, അവർക്കറിയില്ല. അവർ പുറത്തു വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു ഞാനത് കഴിച്ചു. അപ്പം നമുക്കും കൊതിയുണ്ട് ആ സമയത്ത് അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ അടുത്ത് അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഫീലാവും. അതേ ക്ലാസ്സിൽ എൻ്റെ മമ്മിയുടെ സെക്കൻഡ് കസിൻ ആയിട്ടുള്ള ജോയ് അങ്കിളുടെ വീട്ടിൽ നിന്നു. അവിടെ 3 പെൺമക്കളാണ്. അതിൽ ഏറ്റവും ഇളയ ആളെ എൻ്റെ കൂടെ തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവരെന്നെ വളരെ പൊന്നുപോലെ അവരുടെ മക്കളെ നോക്കുന്ന പോലെ തന്നെയാണ് അവർ രണ്ടുപേരും എന്നെ നോക്കിയത്. ചേച്ചിമാരും ആയിക്കോട്ടെ എല്ലാവരും അങ്ങനെ തന്നെ നോക്കി. ഒരു പാർഷ്യാലിറ്റിയോ ഒരു ഇതും കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ എനിക്കേ തന്നിട്ടുള്ളൂ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അത്രയും നന്നായിട്ട് അവർ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. കുഞ്ഞു വീടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ അവിടെ കിട്ടിയ അത്രയും സന്തോഷം. ആ ഒരു വർഷം ഞാൻ അവിടെ നിന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ എൻജോയ് ചെയ്യുന്നത് അവിടെ നിന്ന സമയത്താണ്. കളിയും ഫ്രണ്ട്സും ഫ്രീഡവും, ആവശ്യത്തിന് ഫ്രീഡവും സന്തോഷവും ഫുഡും എല്ലാം മനസ്സറിഞ്ഞ് ഞാൻ ഒരു വർഷം അവിടെ നിന്നിട്ടുണ്ട്. ഇതിനിടയ്ക്കിടയ്ക്ക് കളിയുണ്ട്. അതാ പറയുന്നത്, ഇത് എടുക്കല്ലോ മാത്ത. എടുക്കലെന്ന് പറഞ്ഞില്ലേ? അത് പറയുന്നത് നമുക്ക് എന്താ, പൈസ ഉള്ളടുത്ത് സമാധാനം ഉണ്ടാവണമെന്നില്ല. അപ്പൊ വലിയ വീട്ടിൽ നിൽക്കുന്നതിൽ സന്തോഷം ചിലപ്പോൾ ഇതുപോലെ ചെറിയ വീട്ടിൽ നിൽക്കുന്നവർക്കായിരിക്കും. പക്ഷേ മാതാ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം പൈസയിലൊന്നും അല്ല കാര്യം, നമ്മൾ ആയിരിക്കുന്ന കുടുംബത്തിലുള്ള സന്തോഷവും സമാധാനവും. അപ്പോൾ അവിടെ നിന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എനിക്കറിയില്ല എന്നെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ, ഞാൻ പറഞ്ഞ ആ എക്സ് ആൻറ്റിയുടെ വീട്ടിലേക്ക് തന്നെ, പൂതന ആൻറ്റി എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ദേഷ്യം വരുമ്പം, അവരുടെ വീട്ടിലേക്ക് തന്നെ എന്നെ കൊണ്ടുപോയി. കാരണം അത് വേറൊന്നും അല്ല, എൻ്റെ വല്യമ്മച്ചി ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നുകൊണ്ടിരുന്നത്. വല്യമ്മച്ചി മീൻസ് മമ്മിയുടെ വേറെ സഹോദരിമാർക്കൊക്കെ കുട്ടികളുണ്ടായപ്പം UK പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഞാൻ വല്യമ്മച്ചിയുടെ കൂടെ നിന്നത്. അപ്പം ഈ ആൻറ്റിയും എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ 8th അവിടെ നിന്നു, 9th അവിടെ നിന്നു. ആ സമയത്ത് വീണ്ടും ഇതുപോലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ 8th ഞങ്ങൾ ചർച്ചിൽ പോകാറുണ്ട് എല്ലാ സൺഡേയും. ചർച്ചിൽ പോകുമ്പം അവിടെ വെച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ആ ചർച്ചിൽ ഞാൻ പോകുന്നത്. കുന്നുംപുറം പള്ളി എന്ന് പറയും. അവിടെ ഞാൻ ആ ടൈമിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് എനിക്കൊരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, നെയ്ബറായിട്ടുള്ളൊരു പെൺകുട്ടി എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചൊക്കെ പോയ സമയത്ത് അവിടെ ഉള്ളൊരു പള്ളിയിൽ വരുന്ന ഒരു പയ്യൻ, അവൻ ഞങ്ങളുടെ നെയ്ബർ തന്നെയാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞു. ചർച്ചിൽ നിന്ന് വരുന്ന വഴിക്ക് മോശമായിട്ട് കമൻ്റ് അടിച്ചു. നമ്മൾ ആ സമയത്ത് കമൻ്റ് അടിക്കാന്നാണ് പറയാം. അപ്പോൾ കമൻ്റ് അടിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കമൻറ്റിന് പറ്റിയൊരു മറുപടി ഞാൻ സ്ട്രോങ് ആയിട്ട് കൊടുത്തു. അവനത് കേട്ടിട്ട് പോയി. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരി ചെന്ന് അവളുടെ വീട്ടിൽ പറഞ്ഞു, അവളുടെ ചേച്ചി അറിഞ്ഞു. അവളുടെ ചേച്ചിയും ഈ പറഞ്ഞ എൻ്റെ ഒരു കസിൻ ചേട്ടനുണ്ട്, പുള്ളിക്കാരനും റിലേഷനിലായിരുന്നു. അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് എൻ്റെ കസിൻ ചേട്ടൻ തീരുമാനിച്ചു ഞാൻ അവനെ പോയി അടിക്കും. എൻ്റെ പെങ്ങളെ കമൻ്റ് അടിച്ചില്ലേ അവനെ പോയി അടിക്കും. അന്നത്തെ കാലത്ത് ചേട്ടന്മാർക്കൊക്കെ ഉള്ളൊരു വികാരമാണ് അങ്ങനെ ചെയ്യണം. ശരിക്കും കമൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ചേട്ടന്മാരുണ്ടെങ്കിൽ പോയി അടിക്കണം. അത് എന്താ പറയുക, അതൊക്കെ നമ്മുടെ ഒരു ഇതാണ്. എൻ്റെ ആ ചേട്ടൻ എന്നെ അതുപോലെ ഫേവറേറ്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ചേട്ടൻ്റെ കാര്യത്തിൽ എനിക്കത് ആപ്ലിക്കബിൾ ആണ്. ജെന്യൂൻ ആയിട്ട് തന്നെ എൻ്റെ ചേട്ടനെക്കാട്ടിലും കാര്യമായിട്ട് തന്നെയാണ് ആ ചേട്ടൻ എന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ചു. പക്ഷേ ഈ ചേട്ടൻ ഇത് പ്ലാൻ ചെയ്ത കാര്യമൊന്നും ഞാൻ അറിയുന്നില്ല. ചർച്ചിൽ നിൽക്കുകയാണ്. അപ്പം അവിടെ അടി നടന്നു. ചേട്ടൻ വന്ന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് വന്ന് അടി ഉണ്ടാക്കി. ആ ചേട്ടൻ അത്യാവശ്യം എന്താ പറയുക, അങ്ങനെ പറയുന്നത് ശരിയാണോ, അത്യാവശ്യം ഇടിയും അടിയൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള ഒരു ചേട്ടനെയും കൂടെ വിളിച്ചുകൊണ്ടാ വന്ന് അടി ഉണ്ടാക്കി. അപ്പം അങ്ങനെ അടി ഉണ്ടാക്കിയപ്പം അത് പള്ളിയിൽ ഭയങ്കര ചർച്ചാ വിഷയമായി.
ടീച്ചേഴ്സിൻ്റെ അടുത്തും പള്ളിയിൽ അച്ഛൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും എത്തി. ആ ചെറുക്കൻ്റെ വീട്ടുകാരെയും വിളിപ്പിച്ചു, എൻ്റെ വീട്ടുകാരെയും വിളിപ്പിച്ചു. അപ്പം എൻ്റെ ചേട്ടനുണ്ട്, കസിൻ ചേട്ടനുണ്ട്. അപ്പം ഈ പറഞ്ഞ ആൻറ്റി വന്നു. അവിടെ ഉള്ളവർ എല്ലാവരും, ഈവൻ ടീച്ചേഴ്സ് ഉൾപ്പെടെ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ തുടങ്ങി. എനിക്കെന്താ എത്ര പ്രായമുണ്ട്? 13-14 വയസ്സേ ഉള്ളൂ. 13-14 വയസ്സുള്ള എൻ്റെ അടുത്ത് റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ അവൻ പറഞ്ഞ വൃത്തികേട് എന്നുള്ളത്. ഞാൻ ഈ കാണുന്ന ആൾക്കാരോടെല്ലാം അവൻ പറഞ്ഞ വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ടും അവരതിനെ എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് കമൻ്റ് അടിച്ചൊരു കൂട്ടത്തിൽ. എൻ്റെ അടുത്ത് പറഞ്ഞത് അവളുടെ അടുത്ത് പറഞ്ഞതായിട്ടും അവളുടെ അടുത്ത് പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടും തിരിച്ചു. മാനിപ്പുലേഷൻ ഉണ്ടല്ലോ. അതായത് ഞാൻ ഇന്ന് പറയാണ് അച്ഛൻ്റെ അടുത്തും സിസ്റ്റേഴ്സിൻ്റെ അടുത്തും, എൻ്റെ അടുത്ത് ഇവൻ ഇന്ന വൃത്തികേടാണ് പറഞ്ഞത്. എൻ്റെ നിസ്സഹായ അവസ്ഥ ആലോചിക്കുന്ന ഒരു 10-14 വയസ്സുള്ള പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുമ്പം അത് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, കാരണം എന്താ, സത്യം പറയണമല്ലോ. എൻ്റെ ചേട്ടന് എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ വളച്ചൊടിച്ചിട്ട് അവന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അതായത് അവർ മാന്യമായിട്ട് പറഞ്ഞു സഹകരിക്കണം എന്നുള്ളൊരു വാക്കാണ് യൂസ് ചെയ്തത്. ആ സഹകരിക്കണം എന്നുള്ള വാക്ക് എൻ്റെ അടുത്തല്ല അവൻ യൂസ് ചെയ്തത്, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് യൂസ് ചെയ്തത്. എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പം അത് ഞാൻ പറഞ്ഞത് അവർ മുക്കിക്കളഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവൻ സഹകരിക്കണം എന്ന് പറഞ്ഞതാണ് എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും കൂടെ കഥ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടെത്തിച്ചത് എൻ്റെ അടുത്ത് അവനൊന്ന് ഹെൽപ്പ് ചെയ്ത് സഹകരിക്കണം എന്ന് പറഞ്ഞത് ഞാൻ വേറെ രീതിയിൽ അർത്ഥം വെച്ചിട്ട് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്ത് ചേട്ടനെ കൊണ്ട് തലിച്ചു. ഈ പറഞ്ഞ് ആ ചെറുക്കൻ അത്യാവശ്യം പള്ളിയിൽ മീൻസ് എന്താ പറയുക, പള്ളിയിൽ ടീച്ചേഴ്സിൻ്റെ കണ്ണിലൂന്നിയൊക്കെ ആയിരുന്നു ആ ടൈം. ഞാൻ പുതിയതായിട്ട് വന്നതാണ്. അപ്പം എങ്ങനെ പോയാലും ചില കാര്യങ്ങൾ വളച്ച് തിരിച്ച് പെണ്ണുങ്ങളുടെ തലയിൽ കൊണ്ടിടുക, പെണ്ണുങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇല വന്ന് മുള്ളി വീണാലും അങ്ങനെ പറയില്ലേ, അങ്ങനെയാണെന്നുള്ള രീതിയിൽ കൊണ്ടെത്തിച്ച് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് അനുഭവമാണ്. പെൺകുട്ടി 10-14 വയസ്സുള്ളപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവമാണ്. ആ പള്ളിയിലുള്ള എല്ലാവരും അല്ലെങ്കിൽ ചുറ്റും നിന്നവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരറിയുന്നില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നറിഞ്ഞു, അത് ഞാനാണെന്നുള്ളത് അറിയില്ല. എൻ്റെ കേക്കിൽ നിന്ന് പറയുന്നുണ്ട് ആ കുട്ടി ആവശ്യമില്ലാണ്ട് ആ ചക്കനെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കി വീട്ടിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് അടിച്ചു. പക്ഷെ ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അവരത് കേൾക്കാൻ റെഡിയായില്ല. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. സമൂഹം എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ വളച്ചൊടിക്കുക എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതായിരുന്നു. അപ്പം അതിനുശേഷം എൻ്റെ ചേട്ടൻ എന്നോട് മിണ്ടിയിട്ടില്ല. കാരണം ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ അവിടെ സംസാരിച്ചില്ല എന്നുള്ള ഒറ്റ പേരിൽ, അതായത് ചേട്ടൻ കുറ്റക്കാരനായല്ലോ, സഹകരിക്കണം എന്നുള്ളതാണ് ഇപ്പം അങ്ങനെ പറഞ്ഞാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള പേരിൽ ചേട്ടൻ എൻ്റെ അടുത്ത് പണങ്ങി. എൻ്റെ ആൻറ്റി വന്നിട്ട് എന്നെ അന്ന് പബ്ലിക്കായിട്ട് പറയാനൊന്നും ബാക്കിയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴും ഓർക്കും, ഈ കുരുടി കാരണം എൻ്റെ മോൻ പള്ളിയിൽ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടു, അങ്ങനെ എന്തൊക്കെയോ മോശമായിട്ട് എന്നെ പറഞ്ഞു. ബാക്കി ഞാൻ പറയുന്നില്ല. ദിസ് വേർഡ് ഷീ യൂസ്ഡ്. ആൻഡ് ശരിയാണ്, ഞാൻ ഷോർട്ടാണ്. ബോഡി ഷേമിങ് പാടില്ല എന്നുള്ള കാര്യം നമുക്ക് അന്ന് അത്രയും ജനറലൈസ്ഡ് അല്ല. ഇതൊക്കെ വീട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന ആൻറ്റി കുരുടിയാണ്. ഇപ്പം അങ്ങനെ പറയുവാണെങ്കിൽ ബോഡി ഷേമിങ് പാടില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ സ്റ്റിൽ അവരും എൻ്റെ അത്ര ഹൈറ്റേ ഉള്ളൂ. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് അത് പറഞ്ഞത്, അതും പബ്ലിക്കായിട്ട്. കാരണം എൻ്റെ മോൻ ഹേർട്ടായി, എൻ്റെ മോൻ പബ്ലിക്കലി ഇതായി. അതായത് പുള്ളിക്കാരൻ ചെയ്തിട്ട് തെറ്റൊന്നുമില്ല, ഞാനാണ് എല്ലാ തെറ്റും ചെയ്തത്. അതിൻ്റെ പേരിൽ അവരെൻ്റെ അടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം അവർ രണ്ടുപേരും മിണ്ടിയിട്ടില്ല. ഏകദേശം 1-1.5 മാസം എനിക്ക് തോന്നുന്നു. രണ്ടുപേരും മിണ്ടിയിട്ടില്ല. ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് തിന്ന് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഈ കാര്യങ്ങളൊന്നും എൻ്റെ പേരൻസിന് അറിയില്ല. ഞാൻ ആദ്യം വീട്ടിൽ നിൽക്കുന്നു, അവർ പറയുന്നത് കേൾക്കുന്നു, മിണ്ടാതിരിക്കുന്നു, കരയുന്നു. ഒരു വോയിസില്ല, ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല. ആ സമയത്ത് ലൈഫിൽ ആദ്യമായിട്ട് 14 വയസ്സുള്ളപ്പം അവിടെ ഒരു റൂമിൽ ആൻറ്റിയുടെ കുട്ടി, പിള്ളേർ ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി തൊട്ടിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ കിടന്ന് കരഞ്ഞു മടുത്ത അവസാനം എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കറിയില്ല. എനിക്കപ്പം അങ്ങനെ ഒരു ബാഡ് തോട്ട് വന്നു, ആത്മഹത്യ ചെയ്തേക്കാം. കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കൊന്നും തുറന്നു പറയാൻ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ്. ഒരുത്തൻ വന്ന് കമന്റ് അടിച്ചിട്ട് പോയി, അവൻ ഹാപ്പി ആയിട്ട് പോയി, അവനെ സപ്പോർട്ട് ചെയ്ത് സിസ്റ്റം ഹാപ്പി ആയിട്ടിരിക്കുന്നു. എൻ്റെ വീട്ടിൽ അതിന് ഇടപെട്ടവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ മാത്രം എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. സമൂഹം ആയിക്കോട്ടെ, വീടായിക്കോട്ടെ. അന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. 14 വയസ്സുള്ള ഒരു കുട്ടിയെടുത്ത് ഒരുത്തൻ കമന്റ് അടിച്ച് കഴിഞ്ഞ് ആ കുട്ടിയാണ്, ഞാനാണ് സ്ട്രഗിൾ ചെയ്തത്. അപ്പം എനിക്ക് തോന്നി ഞാൻ സൂയിസൈഡ് ചെയ്യാം, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്നെ ആരും അന്വേഷിക്കുന്ന പോലുമില്ല. അങ്ങനെ ഞാൻ ആ കിടന്ന കയറിൽ
കട്ടിൽ കയറിയിട്ട് കഴുത്തിലിട്ടിട്ട് ഞാൻ ചാടിയിട്ട് പക്ഷെ അത് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ചാടിയപ്പോൾ തന്നെ നമുക്ക് കഴുത്ത് ഇറങ്ങുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ തിരിച്ച് ചാടി കയറി, കട്ടിലിൽ തന്നെ ചാടി കയറി. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അതിൽ ഫെയിലിയർ ആയിപ്പോയി. ഇവൻ അത്ര സ്ട്രോങ് അല്ലാതെ എനിക്ക് മനസ്സിലായി, ആത്മഹത്യ ചെയ്യാനുള്ള ഒരു അത്ര സ്ട്രോങ് അല്ലാതെ എനിക്കന്ന് മനസ്സിലായി. പക്ഷെ ഞാനത് ട്രൈ ചെയ്തു. അത് അവരുടെ മെന്റൽ ടോർച്ചർ കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അവർ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക്, ഒരു കുട്ടിക്ക് ആ ടൈമിൽ താങ്ങാൻ പറ്റാത്തൊരു പ്രഷർ എനിക്ക് തന്നിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവരെന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം കരഞ്ഞ എൻ്റെ വിഷമമാകും. പക്ഷെ അതിൻ്റെ അപ്പുറം സംസാരങ്ങളും ട്രീറ്റ്മെന്റും ആയിരുന്നു എനിക്ക് അപ്പം കിട്ടിയത്. അപ്പം ഇതൊക്കെ എൻ്റെ മമ്മി, ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ മമ്മി ഇപ്പോഴായിരിക്കും ഇത് കേൾക്കുക. മമ്മി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ മമ്മിക്ക് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല. അത് എൻ്റെ മമ്മിക്ക് എന്നല്ല, ഒരു അമ്മമാർക്കും ഇങ്ങനെയൊന്നും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും കൊണ്ട് ഹോസ്റ്റലിലാക്കി. അത് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ആരെടുത്താലും, എനിക്കറിയില്ല. അത് എന്നോടുള്ള എന്നെ നോക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും തിരിച്ച് വീണ്ടും കൊണ്ട് ഹോസ്റ്റലിലാക്കി. ഹോസ്റ്റൽ ലൈഫ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ല. എനിക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുന്നതിലും നല്ലത് ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് ലൈഫ് തന്നെയായിരുന്നു. പിന്നീട് 10, +1, +2 എല്ലാം ഞാൻ ഹോസ്റ്റലിലാണ് നിന്നത്. അതേ സെയിം ഹോസ്റ്റലിൽ തന്നെ, സെയിൻറ് ആൻസിൻ്റെ ഹോസ്റ്റലിൽ തന്നെ. അതെനിക്കൊരു വീട് പോലെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഞാൻ ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആണ്. എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാനറിയാം. ഈവൻ മമ്മി പൈസ അയച്ചിരുന്നു, മണി മാനേജ്മെൻറ്റ് പഠിച്ചു, ATM പോകുന്നു, പൈസ എടുക്കും, നമ്മുടെ ആവശ്യം മാത്രം ചിലവാക്കുന്നു, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നു, അത്യാവശ്യം മോശമില്ലാതെ പഠിക്കുമായിരുന്നു. അപ്പം 10th വരെയൊക്കെയും ക്ലാസ് ഫസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഞാൻ ചൈനയിലേക്ക് പോയി. ചൈനയിലേക്ക് പോയപ്പോഴാണ് ഇത്ര നാളും എന്നെ പിടിച്ചു വെച്ചിരുന്ന അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നോക്കരുത്, തുമ്മരുത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വളർത്തിയത്. അപ്പോൾ പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുഞ്ഞിലെ മുതലേ ചെയ്യുമായിരുന്നു. ഇവൻ ചൈനയിലേക്ക് പോകുന്ന പ്രോസസ്സിങ്ങും മെഡിക്കൽ എടുക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് പോയി ചെയ്തുകൊണ്ടിരുന്നത്. ചൈനയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു സ്പേസ് ആയിരുന്നു എനിക്ക്. ഞാൻ കുറേ ഓപ്പണപ്പായി, കുറേ സ്മാർട്ടായി. ശരിക്കും ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്ന എനിക്ക് ചൈനയിൽ വന്നു കഴിഞ്ഞപ്പം ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടി. അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി കാര്യമായിട്ട്. ഒരുപാട് ഫ്രണ്ട്സ് കിട്ടി, ഒരുപാട് കുക്കിംഗ് പഠിച്ചു, ട്രാവൽ ചെയ്യാൻ പഠിച്ചു, ലാംഗ്വേജ് അറിയാതെ ആ ലാംഗ്വേജ് പഠിച്ചു. അങ്ങനെ ഡാൻസ് മീൻസ് കുറേ നാളത്തേക്ക് എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ, ഈവൻ ഡാൻസ് കളിക്കണം, ഡാൻസ് സ്പോർട്സ് ചെയ്യണം, ഇതൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ സ്കൂൾ ടൈമിൽ ഈ ആൻറ്റിയുടെ ഒക്കെ കൂടെ നിന്ന സമയത്ത് എന്നെ ഇതിനൊന്നും അവർ അനുവദിച്ചിട്ടില്ല. എന്തിനാ, പഠിച്ചാൽ മാത്രം മതി, ഡാൻസ് വേണ്ട, സ്പോർട്സ് വേണ്ട, അതിനൊന്നും സമയം കളയണ്ട എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം ഞാൻ കുറേ നാൾ നിർത്തി വെച്ചിരിക്കുമായിരുന്നു. അപ്പം ചൈനയിലേക്ക് പോയി കഴിഞ്ഞപ്പം എനിക്ക് അതിനെല്ലാം ഉള്ള സ്പേസ് കിട്ടി. പിന്നെ കോളേജ് ലൈഫ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അങ്ങനെ ഒത്തിരി പൈസയൊന്നും ചിലവാക്കി എൻജോയ് ചെയ്തിട്ടില്ല, അല്ലാതെ രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ ഫ്രണ്ട്സ്, സീനിയേഴ്സ് എല്ലാവരെയും കിട്ടി. അടിപൊളിയായിരുന്നു ചൈന ലൈഫ്. ശരിക്കും ഞാൻ ബിന്നി എന്ന് പറയുന്ന ഒരു സൈലൻറ്റ് ഇതിൽ നിന്നും കുറച്ചുകൂടെ എക്സ്ട്രോവേർട്ട് ആയിട്ട് വന്നത് ആ ടൈമിലാണ്. അപ്പോൾ എൻ്റെ കൂടെ ചുറ്റുമുള്ള കുറേ ആൾക്കാരിൽ നിന്ന് നല്ലതൊക്കെ ഞാൻ പിക്ക് ചെയ്യാൻ തുടങ്ങി. ആക്കി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഡ്രസ്സിങ് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അതുപോലെ ഹെയർ കളർ ചെയ്താൽ. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഹെയർ കളർ ചെയ്യുന്നത്, ഹെയർ കട്ട് ചെയ്തത്. ഈവൻ എനിക്ക് മുടി വളർത്തണമെന്ന് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഈ ആൻറ്റി സമ്മതിക്കില്ല, ഇത്രയും വെച്ച് വെട്ടിക്കും, എല്ലാ തവണയും കുറച്ച് വളർന്നു കഴിയുമ്പോൾ പെട്ടെന്ന് കൊണ്ടുപോയി വെട്ടിക്കും. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മുടി വളർത്തണം എന്നൊക്കെ. അതൊക്കെ ഞാൻ ചൈനയിൽ പോയി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചൈനയിൽ പോയിട്ട് തിരിച്ച് വെക്കേഷന് വരുമ്പോഴും എനിക്കൊരു വീടുണ്ട്. ആ സമയത്തേക്ക് മമ്മി കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ലോണൊക്കെ എടുത്ത് ഒരു വീട് വെച്ചു. ആ വീട് ഞാൻ ചൈനയിൽ പഠിക്കുമ്പോഴായിരുന്നു അതിൻ്റെ ഇതൊക്കെ. അപ്പോൾ അതിന് വന്ന് ഭയങ്കര സന്തോഷം, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നൊക്കെ പറയുമ്പോൾ. മമ്മി പോയി വർഷങ്ങളോളം 10-20 വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് അതും എന്നിട്ട് ലോണൊക്കെ എടുത്തിട്ടാണ് നമ്മളൊരു വീട് സ്വന്തമായിട്ട് വെച്ചത്. അപ്പം ആ വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ വെക്കുമ്പോഴൊക്കെ. എൻ്റെ റൂം എന്ന് പറയാൻ, സ്വന്തമായിട്ടൊരു റൂം, അതൊക്കെ ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ എങ്കിലും ഞാൻ നാട്ടിൽ വരുമ്പം മമ്മി ഇല്ലാത്തത് കൊണ്ട് ഈ ആൻറ്റിയുടെ വീട്ടിൽ തന്നെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. കാരണം ഞാൻ മമ്മിയുടെ അടുത്ത് ഇവരെന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് വളരെ കുറച്ച് നാൾ മുമ്പാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇവൻ അവരവിടെ നിൽക്കുമ്പം ഇവരെന്നെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ മമ്മീനെയാണ്. എൻ്റെ അടുത്ത് പറയുന്നത് മുഴുവൻ എൻ്റെ മമ്മിയുടെ കുറ്റങ്ങളാണ്, എൻ്റെ ചേട്ടൻ്റെ കുറ്റങ്ങളാണ്, എൻ്റെ അപ്പൻ്റെ കുറ്റങ്ങളാണ് എന്നോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഞാനത് കേൾക്കാറില്ല. എനിക്കറിയാം, എനിക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ കേട്ട് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വെക്കേഷന് വരുമ്പോഴും ഇവയുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പം പക്ഷെ അത്ര നാൾ നിന്നപ്പം ഉള്ള ട്രീറ്റ്മെൻ്റ് അല്ല ഞാൻ ചൈനയിൽ മെഡിസിന് പഠിക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയത്. അതായത് ഞാൻ മെഡിസിന് പഠിക്കുകയാണ്, ഞാൻ ഡോക്ടർ ആവുകയാണ്. അപ്പം ഞാൻ ഡോക്ടർ ആവുമ്പം
ചിലപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ട് അവർ ആ ഒരു ട്രീറ്റ്മെന്റ് മാറ്റി എന്നുള്ളത്. ചിലപ്പോൾ അവർ വീണ് കിടക്കുമ്പം ഒരു വയസ്സാകുമ്പോൾ ഞാൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് വീട്ടിലൊരാൾ ഉണ്ടാവും എന്ന് പറയാനാണോ നോക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അത്ര നാളും എന്നെ ട്രീറ്റ് ചെയ്തത് പോലെയല്ല പിന്നീട് വന്നപ്പം ട്രീറ്റ് ചെയ്ത്. എന്നെ എഴുതി ഫുള്ള് പുറത്ത് കൊണ്ടുപോകാൻ, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ മോൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ വന്നു, അപ്പം എന്നെ ഹൈലൈറ്റ് ചെയ്യും. ചെറുക്കൻ്റെ പെങ്ങളാണ്, ഡോക്ടറാണ്. അപ്പം അങ്ങനെ കുറേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, എന്നെ പുറത്ത് കൊണ്ടുപോകാൻ തുടങ്ങി. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡായാലും പുറത്ത് കൊണ്ടുപോയി വാങ്ങിച്ചു തരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റിലും കാര്യത്തിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കഥ മുങ്ങിപ്പോയി എന്ന് തോന്നുന്നു കുറച്ച്. അതിന് എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ കല്യാണത്തിൻ്റെ കഥ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത 1-2 ബെസ്റ്റ് ഡിസിഷനാണ് ഡോക്ടർ ആവുക എന്നുള്ളതും നൂബിനെ കല്യാണം കഴിക്കുക എന്നുള്ളതും ഈവൻ ആക്ടിങ് പ്രൊഫഷൻ ചൂസ് ചെയ്തതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ബെസ്റ്റ് ഡിസിഷൻസ് ആണ്. അതിലെനിക്ക് ഇന്ന് വരെ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതിൽ ഏറ്റവും സന്തോഷം കല്യാണം കഴിച്ചു, നൂബിനെ കല്യാണം കഴിച്ചു. അത് വൈകിപ്പോയി എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ, വിഷമമേ ഉള്ളൂ. വീട്ടുകാരുടെ കുറച്ച് എതിർപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പം നൂബിനെ കല്യാണം കഴിക്കാനായിട്ട് ഞാൻ എടുത്ത എഫേർട്ടുകൾ ചില്ലറയൊന്നുമല്ല. അതേപോലെ അതൊരു 1 എപ്പിസോഡ് ആക്കാനുള്ള കഥയുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ, കുറേ ഫ്രീഡം, എന്താ പറയുക, ഫാമിലി, അതെല്ലാം ഇപ്പം എനിക്കുണ്ട്. അപ്പം അത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം കരയുന്നത്, സന്തോഷമുണ്ട്. ക്യാമറ എടുത്തോണ്ടിരുന്ന് ചിരിക്കുവാണ്. നൂവിനാണ് ക്യാമറ എടുക്കുന്നത്. അതുകൊണ്ട് അധികം ഞാൻ പൊക്കി പറയുന്നില്ല, ഇല്ലെങ്കിൽ അഹങ്കാരമായി പോകും. പിന്നെ അധികം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തട്ടുമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ എൻ്റെ വീട്ടിലാണ് നിന്നത്. അപ്പം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ നിന്ന കാരണം കുറേ കാര്യങ്ങൾ അവർ മുഖാന്തരം എനിക്കറിയാം. ഇപ്പം ഇവളുടെ വീട്ടിലെ സാഹചര്യം കൊണ്ട് ഇവളുടെ മമ്മിക്ക് അങ്ങനെ നോക്കാൻ പറ്റാത്ത കാരണം ഇവൾക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പം ഇവളെ സംബന്ധിച്ചോളം വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ ഇവൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം പണ്ടൊക്കെ ഞാൻ നൈറ്റൊക്കെ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ വീട്ടിലൊക്കെ കാറൊക്കെ ഓടിച്ച് പോകുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടല്ലോ, നമ്മൾ സ്നേഹിക്കുന്ന ആള് ഞാൻ അവിടെ എത്തിയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ. ഏവാടെന്ന് ഇത് വിളിച്ചു ചോദിക്കില്ല എത്തി. എന്നിട്ട് ഞാൻ അങ്ങനെ കുറെ മിസ്റ്റേക്സ് ഉണ്ട്. കാരണം അങ്ങനെ കെയർ ചെയ്യാനായിട്ട് ഞാൻ ശീലിച്ചിട്ടില്ല. എന്നെ ആരും അങ്ങനെ കെയർ ചെയ്തിട്ടില്ല. അതുപോലെ ഞാനും ആരും അങ്ങനെ കെയർ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ അതൊരു ശീലമായിട്ട് ഒരു ബേസിക് ഒരു കാര്യം, ഭക്ഷണം കഴിച്ചോ എങ്ങനെയാ ചോദിക്കാറില്ല. കുറെ മാറി അന്വേഷിക്കും. അല്ല, നൂബിൻ കാരണം തന്നെ നൂബിനെ സ്നേഹിച്ചു തുടങ്ങിയ സമയം മുതലാണ് അങ്ങനെ ചെയ്യണം, കെയർ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വഴക്കായി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഒരാൾ അവിടെ എത്തിയോ, ആള് നമ്മളെ മിസ് ചെയ്യുന്നുണ്ടായി, നമ്മുടെ അടുത്ത് നമ്മുടെ പേരൻസ്, നമ്മുടെ വീട്ടിലെ ആൾക്കാർ അവിടെ എത്തിയോ, കഴിച്ചോ എന്നൊക്കെ അന്വേഷിക്കും. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വളർന്നുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കുറവുകളുണ്ട് എനിക്ക്. അപ്പം ഇതേ കുറവുകള് ഇവള് ഫുള്ള് അത് കാരണം റെഡി ആയിട്ടില്ല. എന്നെ കൊണ്ട് കുറച്ചൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ ബി വന്നു കഴിയുമ്പോഴും ഇവൾക്ക് അതിന്റെ കുറെ അധികം മിസ്റ്റേക്കുകൾ കാണും. അപ്പം നിങ്ങളെല്ലാരും ക്ഷമിക്കുക. കാരണം നമ്മൾക്ക് അങ്ങനെ പണ്ട് പോലെ അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് അല്ല, ഇപ്പം ഒരു 75% ഇവള് മാറി. കംപ്ലൈന്റ് പറയാണെങ്കിൽ പോയിട്ട് വിളിച്ചില്ലല്ലോ, മമ്മിയൊക്കെ പറയാറുണ്ട്. എന്റെ നൂബിന്റെ മമ്മിയൊക്കെ എപ്പോഴും പറയും ഞാൻ എന്റെ ഫോൺ വിളിയൊക്കെ കുറവാ. എനിക്ക് അങ്ങനെ ഒരു ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് ആ മൊമെന്റ്. അല്ലാണ്ട് ഞാൻ അങ്ങനെ ദൂരെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്കാരെ വിളിച്ച് ചോദിക്കുക അങ്ങനെ ഒരു അങ്ങനെ പ്രാക്ടീസ്ഡ് അല്ല. അത് തോന്നാറില്ല. അത് ശരിക്കും അതൊരു മിസ്റ്റേക്ക് അല്ല എന്നാണ് എന്റെ വിചാരം. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആണ്. പക്ഷെ തിരുത്താനും പറ്റിയിട്ടില്ല. എന്റെ മമ്മിക്കൊക്കെ ഭയങ്കര പരാതിയാണ്. ഇപ്പൊ മമ്മി തന്നെയുള്ള വീട്ടില്, അപ്പൊ ഞാൻ വിളിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയും എപ്പോഴും. അപ്പൊ ഞാൻ പറയും, അപ്പൊ ഞാൻ ചുമ്മാ തമാശ രീതി പറയും, എന്നെ നോക്കിയിട്ടൊന്നുമില്ല, എന്നെ ഇട്ടിട്ട് പോയതല്ലേ ഇപ്പൊ എത്രയൊക്കെ പറ്റുമെന്ന് പറയും. അപ്പൊ ഞാനും മമ്മി കൂടെ വഴക്കാവും. എനിക്ക് മമ്മി അടുത്ത് പോയി വഴക്ക് പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം സ്നേഹമായിരിക്കും, 2 ദിവസം അടിയായിരിക്കും, പിന്നെ ഞാൻ പെട്ടെന്ന് ഇനി പോരും. അപ്പൊ ഞാൻ ഇവരോട് പറയാനുണ്ട്, മമ്മീനെ വിളിക്കുക, മമ്മി തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ എന്റെ മമ്മി ഒരു ദിവസം എത്ര തവണ വിളിക്കൂടി? എനിക്കറിയില്ല. അത് കുറച്ച് കൂടുതലല്ല. ഒരു 10 തവണ വിളിക്കും. അത് കുറച്ച് കൂടുതൽ, 10 ഒന്നുമല്ല, അതിൽ കൂടുതലല്ല. എന്നെ വിളിക്കുന്നതിന് കൂടുതൽ നൂബിനെ മമ്മിയെ വിളിക്കും. അപ്പം കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ മമ്മിക്ക് ഇത് കാണുമ്പോൾ കുശുമ്പ് കുത്തും. അത് വേണ്ടോ, അവരുടെ മക്കൾ അവരെ അത്രയും തവണ വിളിക്കും, നീ ഇനി ഒരു തവണ ആഴ്ചയിൽ വിളിക്കുമെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം ക്ഷമിക്കുക. എങ്കിലും നമ്മൾ മാക്സിമം പൊരുതും ഇല്ലടി. അതെ. അപ്പം വെച്ചേക്കാം. കുറേ ആയി എപ്പിസോഡ്, ഇനി ഇവര് വെറുക്കും നമ്മളെ. അല്ല, എന്റെ കഥനൊക്കെ കേട്ട്
ശരി ഭയങ്കര ചമ്മലായിരുന്നു ഇങ്ങനത്തെ പറയാനായിട്ട്. പക്ഷെ പറഞ്ഞു തുടങ്ങിയാൽ നമ്മളെല്ലാം പറയണമല്ലോ. അതൊന്നുമല്ല, ഇപ്പൊ എനിക്കാണെങ്കിൽ ആഗ്രഹമില്ല, എനിക്കൊരാകെ ഒരു അളിയനേ ഉള്ളൂ. ഞാൻ അളിയനെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഒരു സമയത്ത് എന്നെ ഫോൺ വിളിച്ചിട്ട് ഇനി വെക്കേഷൻ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചാണ്, പിന്നെ ആ വഴിക്ക് പോയി. അപ്പം അതുകൊണ്ട് നമുക്കൊരാഗ്രഹം ഒക്കെ ഇല്ലേ ബ്രോ, നമ്മൾ അളിയനൊക്കെ ഇല്ലേ. ഇപ്പൊ കൊച്ചുണ്ടായി, ഇപ്പൊ ഞാൻ എന്താ പറയടാ, അപ്പം ഞാൻ ഇവളുടെ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്കൊരു അളിയനായിട്ട് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞ നൂബിനാണ് കൂടെ ആഗ്രഹം ചേട്ടായി തിരിച്ചു വരണം, ഞങ്ങൾ എല്ലാവരും ഒന്നിക്കണം എന്നൊക്കെ നൂബിന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എനിക്ക് എന്റെ വീട്ടുകാരെ അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം ഇങ്ങനെ ബ്രോ ചിന്തിക്കുന്ന ബ്രോയുടെ കസിൻ വിളിച്ചിട്ട് മുമ്പ് അവന്റെ ഞാൻ ബ്രോയുടെ നമ്പർ മേടിച്ചു. പക്ഷെ എന്നെയും ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിട്ട്. അപ്പൊ എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ പറഞ്ഞാലും ഓക്കെ ഞാൻ കേൾക്കാന്നൊക്കെ പ്ലാൻ ചെയ്ത. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ, നമ്മുടെ ഭർത്താവിനെ ആങ്ങളെ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ രണ്ടും. അതുകൊണ്ട് എനിക്കറിയില്ല എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയില്ല, എന്താകുമെന്നും എനിക്കറിയില്ല. ഈ വീഡിയോ നിങ്ങൾ ഏതെങ്കിലും വഴിയിൽ നിങ്ങൾ കാണും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കണ്ടാൽ ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് മമ്മീനെ ഒന്ന് വിളിക്കുക. ആ കൊച്ചിനെയൊക്കെ കാണുന്നത്, ആ കൊച്ചിന്റെ ഒക്കെ ഫോട്ടോ കിട്ടിയത് എനിക്ക് അന്ന് രാവിലെ വാട്സപ്പിൽ അയച്ചത്. ഈ 2 ഇരട്ട പിള്ളേരുണ്ടായത് അത് അപ്പം എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ വിഷമമാണ്. കാരണം മമ്മി നിങ്ങൾ നാട്ടിൽ വന്നാൽ പോലും ആ കൊച്ചിനെ കാണിക്കുന്ന അറിഞ്ഞുകൂടാ. അപ്പം അതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പം അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയി സമയത്തിലായി. ഭയങ്കര നന്മമാരം കളിക്കുന്നതോ പറയുന്നൊന്നുമല്ല. തിങ്ക് അബൌട്ട് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ശരി, അല്ലെങ്കിൽ ഞാൻ പോവാ ഗൈസ്, അല്ലെങ്കിൽ ഇവിടെ വീണ്ടും കരയാൻ തുടങ്ങി. ടാറ്റാ. സോ അങ്ങനെ നിങ്ങൾ സ്റ്റോറി കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻസ് ഉണ്ട്. ഓക്കെ, കമൻസ് ഞാൻ വായിച്ചിടാം. ഇപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ച് കറക്റ്റ് ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളും രേണുവും ചെയ്തത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഓക്കെ, വേറെ ഒന്നുമല്ല. രേണുസുതി ഫസ്റ്റ് വീക്ക് എവിഷനിൽ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് വീക്ക് എവിഷനിലുണ്ട്, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം, എന്നെ പുറത്താക്കുന്നൊക്കെ രേണുസുതി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് വെച്ചു. ഓക്കെ, സോ അതേ പരിപാടിയാണ് ഇവിടെ ബിന്നി ചെയ്യണമെന്നാണ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് അത് ബിഗ് ബോസിനോട്ട് മാത്രമല്ലതല്ലോ. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം, ആ പ്രേക്ഷകർ അറിയണം ഒരാളുടെ ലൈഫ് സ്റ്റോറി എങ്ങനെയായിരിക്കും പോകുന്നതൊക്കെ. സോ അതിന് വേണ്ടി എടുത്തതാണ്. അല്ലാതെ രേണു പറഞ്ഞത് വോട്ട് ചോദിച്ചാണ് ഇവിടെ ബിന്നി വോട്ട് ചോദിച്ചത്, ബിന്നിയുടെ ലൈഫ് സ്റ്റോറി പറയാൻ ചെയ്തത്. ഓക്കെ, സോ അടുത്തതാണ് അതിന് റിപ്ലേസ് നോക്കുകയാണെങ്കിൽ അവൾ വോട്ടാണ് ചോദിച്ചത്, ഇവൾ അത് ചോദിച്ചില്ല. വോട്ട് കിട്ടാനുള്ള സ്ട്രാറ്റജി ആണല്ലോ ഇതും എന്നാണ് എൻ്റെ കമൻസ്. എനിക്ക് തോന്നും വോട്ട് കൊടുക്കാതിരിക്കലതല്ല, പക്ഷേ ഈ പറഞ്ഞ ലൈഫ് സ്റ്റോറി അത് ഒട്ടുമിക്ക ആൾക്കാർ അറിയേണ്ട ലൈഫ് സ്റ്റോറി തന്നെയാണ്. ഓക്കെ, എന്ത് മനസ്സാടെ എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ റിപ്ലൈ കമൻറ്റ്സ് വരുന്നുണ്ട്. രേണു ഫസ്റ്റ് വീക്ക് നോമിനേഷൻ ലിസ്റ്റ് സൈഡിൽ കാണിച്ചു, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, ഞാൻ ഫസ്റ്റ് നോമിനേഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞ വീഡിയോ അല്ലേ ഇതും, അതിൽ തമ്മിൽ എന്താണ് ബന്ധം? സത്യത്തിൽ രേണു ചെയ്തത് കുറച്ച് മോശത്തിലായിപ്പോയി. കാരണം ഫസ്റ്റ് വീക്ക് വിഷയിലുണ്ട്, ഇനി രേണു മുൻകൂട്ടി പ്രവചിച്ച് രേണു വീഡിയോ ചെയ്താണ്. പക്ഷേ ബിന്നി ഓൾറെഡി തൻ്റെ ലൈഫ് സ്റ്റോറി പറയാൻ ചെയ്തത്. ഓക്കെ, യെസ്, അതിൻ്റെ കമൻറ്റ്സ് റിപ്ലൈ ആണ് യെസ്, ഇതും പ്രീവിയസ്ലി ഷൂട്ട് ചെയ്ത് വെച്ച വോട്ടിനിടാനുള്ള കുറുക്കുവായി തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇത് വോട്ടിനിടാനാണ് എനിക്ക് അറിയത്തില്ല. പക്ഷേ അവർ പറയുന്നുണ്ട് ഈ വീഡിയോ തന്നെ ബിഗ് ബോസിനകത്ത് നമുക്ക് ലൈഫ് സ്റ്റോറി പറയാൻ ഇത്ര ടൈം ഉണ്ടാകത്തുള്ളൂ. സോ ടൈമിനുള്ളിൽ പറഞ്ഞ് തീർക്കാന്ന് പറഞ്ഞ ടാസ്ക്കാണ്, അത് ആൾക്കാരിലോട്ട് എത്തണം. സോ കുറച്ച് ടൈം എടുക്കും. സോ അതുകൊണ്ടാണ് അവർ ഈ ഒരു ഇത്ര ലെങ്ത്തിലോട്ട് നമ്മൾ വീഡിയോ ചെയ്തത്. ഓക്കെ, ഇല്ല ഞാൻ എന്റെ സൗന്ദര്യം വേണ്ട. സത്യം പറഞ്ഞ ഞാനൊരു കാര്യം പറയാൻ വന്ന അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇതിൽ ബിന്നി ഉണ്ടല്ലോ. ഇപ്പോൾ അവർ മുൻകൂട്ടി ചെയ്തല്ലേ, അല്ലെങ്കിൽ ഹസ്ബൻഡ് മാത്രമാണെങ്കിലും ഓക്കെ ഷീസ് ചീപ്പ്. ഓക്കെ, ഞാൻ പറയട്ടെ, ഈ ഹസ്ബൻഡിന് മാത്രമായിട്ട് ഒരിക്കലും ലൈഫ് സ്റ്റോറി മുഴുവൻ അറിയത്തില്ല. ഓക്കെ, മേ ബി അവരത് ഷെയർ ചെയ്തിട്ടില്ലായിരിക്കും മേ ബി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ബിന്നി ഓൾറെഡി ലൈഫ് സ്റ്റോറി ഫുള്ളായി ചെയ്തത്. ആ ലൈഫ് സ്റ്റോറി ഏകദേശം 40 മിനിറ്റിന് എബോ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ കമൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വെച്ചാൽ രേണു ഫസ്റ്റ് വീക്ക് നോമിനേഷനിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് വീക്ക് തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്, എനിക്ക് വോട്ട് ചെയ്യണം പറഞ്ഞ് വീഡിയോ ഇട്ടു. അപ്പോൾ അതെങ്ങനെയാണ് നേരത്തെ അറിഞ്ഞു ഇപ്പോൾ ഷൂട്ട് ചെയ്തതാണോ? അങ്ങനെ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന പോലെ ക്വസ്റ്റ്യൻസും വന്നു. ഈവൻ ഷോക്ക് ഉള്ളിൽ ഫോൺ കൊടുക്കുന്നുണ്ടോ എന്ന് പോലും ഡൗട്ട് പല പ്രേക്ഷകർക്കും ചോദിച്ചതായി ലാലേട്ടൻ പറയുന്നുണ്ട്. അത് ക്ലാരിഫൈ ചെയ്തതാണ് അവരുടെ ഉത്തരവാദിത്തമാണ് ഇവർ അവരെ പറയുന്നുണ്ട്. ഞാൻ ഷോയിൽ പോകുന്നതിനു മുമ്പുള്ള വീഡിയോ ആണ്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. ഓക്കെ, സോ അതായത് രേണു ചെയ്ത കാര്യത്തിനെ കുറിച്ച് ആൾക്കാർ കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർ പറയുമല്ലോ രേണു ചെയ്തപ്പോൾ തെറ്റായപ്പോൾ ബിന്നി ചെയ്തപ്പോൾ തെറ്റല്ല. സോ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുത്താണ് കമൻറ്റ് ബോക്സ് തന്നെ പറയുന്നതിൽ മാറ്റമുണ്ട്. രേണു പറഞ്ഞ പോലെ അല്ല ബിന്നി പറഞ്ഞത്.
ഞാൻ ബിഗ് ബോസിൽ പോയി എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ പറയുമ്പോൾ കുറച്ചേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടത്തില്ല. ഓക്കെ, ക്ലാരിഫിക്കേഷൻ കിട്ടത്തില്ല. കാരണം ഞാൻ എൻ്റെ ഈ കഥ പുറത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയുകയാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, കമൻറ്റ് ബോക്സിൽ അറിയാം. സോ എന്തായാലും ബിഗ് ബോസിൽ ലൈഫ് സ്റ്റോറി പറയേണ്ടി വരും. അത് എന്തായാലും ഫുൾ കേൾക്കാനും പറ്റില്ല എക്സാക്ട്ലി. ഓക്കെ, സോ അപ്പോൾ ഇവരുടെ വ്യൂവേഴ്സിന് സ്റ്റോറി അറിയാനും ഒരുപാട് ആഗ്രഹം കാണും. ഇത് റൈറ്റ് ടൈമിൽ അവർ പോസ്റ്റ് ചെയ്തു, അത്രത്തിനുള്ളൂ. എനിവേ, സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കുറേ എഫേർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. അവിടെ എനിക്ക് സുഖമല്ലാത്തത്. സോ വീഡിയോ ലൈക്ക് അടിക്കുക. നമുക്ക് ഹൈപ്പ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ അവിടെ ഹൈപ്പ് അടിച്ചിട്ട് ഹൈപ്പ് പോയിൻറ്റ്സിന് കൊടുത്ത് നമുക്ക് ഒരുപാട് പ്രചോദനം കിട്ടും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളോട് എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ വീഡിയോ അതായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ഷമിക്കുക. എനിവേ ബൈ. കുറേ എടുത്തൊരു വീഡിയോ 1 മണിക്കൂറോളം അതിൻ്റെ മുമ്പിൽ ഇരുന്നില്ല. സോ ലൈക്ക് അടിച്ചു. ഓക്കെ, ബൈ.